നമസ്കാരം. മലയാള വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നിലമ്പൂർ നിയോജക മണ്ഡലത്തിന്റെ വികസനത്തിനായി പ്രത്യേക വികസന പാക്കേജ് അനുവദിച്ച് നടപ്പിലാക്കുമെന്നും ഭവന നിർമ്മാണത്തിനായി സ്വന്തമായി സ്ഥലമില്ലാത്ത ഗോത്രവർഗ വിഭാഗക്കാർക്ക് സ്ഥലവും വീടും നൽകുന്ന പദ്ധതി ഈ വർഷം തന്നെ നടപ്പിലാക്കുമെന്നും പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ വകുപ്പ് മന്ത്രി KA തുളസി. കനത്ത മഴയെ തുടർന്ന് നാടുകാണി പരപ്പനങ്ങാടി സംസ്ഥാന പാതയിൽ വൻ മണ്ണിടിച്ചിൽ. ആദ്യ മണ്ണിടിച്ചിൽ റിപ്പോർട്ട് ചെയ്ത് 1 മണിക്കൂറിനുള്ളിൽ തന്നെ അതേ സ്ഥലത്ത് രണ്ടാം തവണയും ശക്തമായി മണ്ണിടിക്കുകയായിരുന്നു. മലപ്പുറം വേങ്ങര റൂട്ടിൽ എടൈപാലത്തിനും കാറത്തോടിനും ഇടയിലാണ് കുന്നിടിഞ്ഞ റോഡിലേക്ക് പതിച്ചത്. നിലമ്പൂരിൽ മഴ ശക്തം, പ്രാണഭീതിയിൽ ഒരു കുടുംബം. ചാലിയാർ പഞ്ചായത്തിലെ വേട്ടക്കോട് ഓലിക്കൽ തോമസിന്റെ വീടാണ് ഏതു സമയത്തും നിലംപൊത്താനായത്. കാട്ടാനയുടെ മുന്നിൽപ്പെട്ട ജവാൻ ഓടി രക്ഷപ്പെട്ടു. ചാലിയാർ പഞ്ചായത്തിലെ മയിലാടി പൊട്ടി സ്വദേശി ആനപ്പാൻ ശരത് എന്ന പട്ടാളക്കാരനാണ് ഇന്നലെ വീടിന് സമീപം കാട്ടാനയുടെ മുന്നിൽപ്പെട്ടത്. യൂത്ത് കോൺഗ്രസ് നിവേദനം നൽകി. നിലമ്പൂർ ജില്ലാ ഹോസ്പിറ്റലിൽ എത്തുന്ന അതിസാധാരണക്കാരായ രോഗികൾ OP ടിക്കറ്റ് എടുത്ത ഡോക്ടറെ കണ്ട ഡോക്ടർ റഫർ ചെയ്ത സ്പെഷ്യലിസ്റ്റ് ഡോക്ടറെ കാണാൻ വീണ്ടും OP ടിക്കറ്റ് എടുക്കണമെന്ന RMO ഇറക്കിയ പുതിയ സർക്കുലറിനെതിരെയാണ് യൂത്ത് കോൺഗ്രസ് നിവേദനം നൽകിയത്. വിശദമായ വാർത്തകളിലേക്ക്. നിലമ്പൂർ നിയോജക മണ്ഡലത്തിന്റെ വികസനത്തിനായി പ്രത്യേക വികസന പാക്കേജ് അനുവദിച്ച് നടപ്പിലാക്കുമെന്നും ഭവന നിർമ്മാണത്തിനായി സ്വന്തമായി സ്ഥലം ഇല്ലാത്ത ഗോത്രവർഗ വിഭാഗക്കാർക്ക് സ്ഥലവും വീടും നൽകുന്ന പദ്ധതി ഈ വർഷം തന്നെ നടപ്പിലാക്കുമെന്നും പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ വകുപ്പ് മന്ത്രി KA തുളസി. നിലമ്പൂർ മാനവേദൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ ആര്യടൻ ഷൗക്കത്ത് MLA നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന വികാസ് വിഷൻ 2040 സമഗ്ര വികസന പദ്ധതിയുടെ ഭാഗമായി സംഘടിപ്പിച്ച ഗോത്രവർഗ വിഭാഗം ആവശ്യരേഖ അദാലത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഞാൻ ഒരു കാര്യം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉറപ്പ് പറയാൻ ആഗ്രഹിക്കുകയാണ്. നിലമ്പൂർ ഇനി എന്ത് പദ്ധതി സംസ്ഥാനത്ത് നമ്മുടെ വകുപ്പ് പ്രഖ്യാപിക്കുമ്പോഴും അത് നിലമ്പൂർ അറിയാതെ പോലും വിട്ടുപോകില്ല എന്ന് ഞാൻ വളരെ വ്യക്തമായിട്ട് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം എല്ലാ മേഖലയിലുള്ള ജനങ്ങളെ നമ്മൾ ചേർത്ത് പിടിക്കേണ്ടതാണ്. നമ്മളെല്ലാവരും മുന്നോട്ട് പോകുന്നത് അതിനു വേണ്ടിയിട്ടാണ്. നമ്മുടെ കയ്യിൽ ജനങ്ങൾ അധികാരം തന്നിരിക്കുന്നത് എല്ലാ ആളുകളെയും ചേർത്ത് പിടിക്കാനാണ്. അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധ ചില ഭാഗങ്ങളിലേക്ക് മാത്രം കൊടുത്ത് ചില ഭാഗങ്ങളെ അവഗണിക്കുക എന്നുള്ളത് ഈ സർക്കാരിന്റെ നയമല്ല. അത് എല്ലാ പ്രദേശങ്ങളിലേക്കും നമ്മളെ കൊണ്ട് കഴിയുന്ന തരത്തിൽ നമുക്ക് കിട്ടുന്ന ഫണ്ട് അത് 1 രൂപ പോലും ലാഭമാക്കാതെ കൃത്യമായിട്ട് ജനങ്ങളുടെ കൈകളിലേക്ക്, കുടുംബങ്ങളിലേക്ക്, നമ്മുടെ സമൂഹത്തിന്റെ പരിപൂർണമായിട്ടുള്ള വികസനത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇവിടെ ഇരിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും ദൗത്യം. അത് വളരെ സുതാര്യമായും സത്യസന്ധമായും ആത്മാർത്ഥമായിട്ട് നിർവഹിക്കും എന്നതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. നിയമവുമായിട്ട് പ്രത്യേകമായിട്ട് പാക്കേജ് തന്നെ തീർച്ചയായിട്ടും നമ്മൾ ആലോചിക്കും. അതിൽ MLA ഉൾപ്പെടെയുള്ള ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള മറ്റ് ജനപ്രതിനിധികൾ MP ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളുമായിട്ടും മറ്റാളുകളുമായിട്ടും സംഘടന പ്രവർത്തകരുമായിട്ടും ഒക്കെ കൃത്യമായിട്ട് ആലോചിക്കും. ആര്യടൻ ഷൗക്കത്ത് MLA അധ്യക്ഷത വഹിച്ചു. നിലമ്പൂർ മേഖലയെ അറിയാതെ പോലും വികസന പദ്ധതികളിൽ നിന്നും വിട്ടുപോകില്ലെന്നും പദ്ധതികൾ പ്രഖ്യാപനത്തിൽ ഒതുങ്ങാതെ സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്നും മന്ത്രി പറഞ്ഞു. നിലമ്പൂർ ഗോത്ര മേഖലയിൽ പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് വീട്, വിദ്യാർത്ഥികൾക്ക് പഠനമുറികൾ തുടങ്ങിയ സൗകര്യങ്ങൾ ഒരുക്കും. നിലമ്പൂരിൽ പോസ്റ്റ് മെട്രിക് ഹോസ്റ്റൽ നിർമ്മിക്കുമെന്നും വകുപ്പിന്റെ കീഴിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കാലാനുസൃത കോഴ്സുകൾ കൊണ്ടുവരുമെന്നും മന്ത്രി പറഞ്ഞു. ഗോത്രവർഗ മേഖലയിലെ വിദ്യാർത്ഥികളുടെ മുന്നേറ്റത്തിനായി വിപുലമായ പദ്ധതികളാണ് സർക്കാർ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. വിദേശത്ത് പഠിക്കുവാൻ താൽപര്യമുള്ള SC/ST വിദ്യാർത്ഥികൾക്കായി ഉന്നതി സ്കോളർഷിപ്പ് പദ്ധതി നടപ്പിലാക്കുമെന്നും ഇതിനായി തുക അനുവദിക്കുമെന്നും മന്ത്രി അറിയിച്ചു. കൂടാതെ സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്കായി സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന മികച്ച സ്ഥാപനങ്ങളിൽ പഠന സൗകര്യം ഒരുക്കുമെന്നും ഇതിന്റെ മുഴുവൻ ചിലവും സർക്കാർ തന്നെ വഹിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഗോത്രവർഗ ജനവിഭാഗങ്ങൾക്ക് സ്ഥിരമായ വരുമാന മാർഗം കണ്ടെത്തുന്നതിനായി പ്രത്യേകം പദ്ധതികൾ നടപ്പിലാക്കും. ചികിത്സാ സഹായത്തിനായി പട്ടികജാതി പട്ടികവർഗ വകുപ്പിലും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലും നിലവിൽ ഫണ്ട് ലഭ്യമാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുഖേന ഗോത്രവർഗ വിഭാഗങ്ങൾക്കായി നടപ്പിലാക്കുന്ന വികസന പദ്ധതികൾക്കായി പ്രത്യേക മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുമെന്നും ധനകാര്യ വർഷത്തിന്റെ അവസാനത്തിൽ മാത്രം ഫണ്ട് ചിലവഴിക്കുവാനുള്ള പ്രവണത ഒഴിവാക്കി യഥാർത്ഥ ആവശ്യക്കാർക്ക് കൃത്യസമയത്ത് സഹായം എത്തിക്കുമെന്നും മന്ത്രി ഉറപ്പു നൽകി.
പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കായി സർക്കാർ നടപ്പിലാക്കുന്ന എല്ലാ സേവനങ്ങളും നേരിട്ട് ജനങ്ങളിൽ എത്തിക്കുന്നതിനായി പുതിയ പോർട്ടൽ ആരംഭിക്കും. ഇതിലൂടെ 9ഓളം പ്രധാനപ്പെട്ട സേവനങ്ങൾ ജനങ്ങൾക്ക് ഓൺലൈനായി ലഭ്യമാകുമെന്നും മന്ത്രി പറഞ്ഞു. നിലമ്പൂർ MLA ആര്യടൻ ഷൗക്കത്തിന്റെ നേതൃത്വത്തിലാണ് ക്യാമ്പിനായുള്ള ഒരുക്കങ്ങൾ നടന്നത്. PV അബ്ദുൽ വഹാബ് MP, നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബോബി സി മാമ്പ്ര, കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജസീറ VP, നിലമ്പൂർ നഗരസഭാ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായ NA കരീം, അഡ്വക്കേറ്റ് ജോസ്മി തോമസ്, റൈഹാനത്ത് കുറുമാടൻ, ചുങ്കത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CK സുരേഷ്, അമരബലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഫീഫ VP, മൂത്തേടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹഫ്സത്ത് TK, പോത്തുകല്ല് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MA ജോസ്, വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റംലത്ത് നെയ്തക്കോടൻ, കരുളായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ കണ്ടങ്ങാപുരം, എടക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദീപ ഹരിദാസ്, IFDC ഫൗണ്ടേഷൻ MD എബി തോമസ്, ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ജില്ലാ കളക്ടർ ഡോക്ടർ വിനയ് ഗോയൽ സ്വാഗതവും പെരിന്തൽമണ്ണ സബ് കളക്ടർ സാക്ഷി മോഹൻ നന്ദിയും പറഞ്ഞു. കനത്ത മഴയെ തുടർന്ന് നാടുവാണി പരപ്പനങ്ങാടി സംസ്ഥാന പാതയിൽ വൻ മണ്ണിടിച്ചിൽ. ആദ്യം മണ്ണിടിച്ചിൽ റിപ്പോർട്ട് ചെയ്ത 1 മണിക്കൂറിനുള്ളിൽ തന്നെ അതേ സ്ഥലത്ത് രണ്ടാം തവണയും ശക്തമായി മണ്ണിടിയുകയായിരുന്നു. മലപ്പുറം വേങ്ങര റൂട്ടിൽ എടയപാലത്തിനും കാരത്തോടിനും ഇടയിലാണ് കുന്നിടിഞ്ഞ റോഡിലേക്ക് പതിച്ചത്. മലപ്പുറം വേങ്ങര റൂട്ടിൽ എടയപാലത്തിനും കാരത്തോടിനും ഇടയിലാണ് കുന്നിടിഞ്ഞ് റോഡിലേക്ക് പതിച്ചത്. മണ്ണും വലിയ മരങ്ങളും കല്ലുകളും ഉൾപ്പെടെ ഒരു പ്രദേശം ഒന്നാകെ ഇടിഞ്ഞു വീഴുകയായിരുന്നു. റോഡിലേക്കും തൊട്ടടുത്തുള്ള കടലുണ്ടി പുഴയിലേക്കുമാണ് അവശിഷ്ടങ്ങൾ പതിച്ചത്. പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് രണ്ടാമതും മണ്ണിടിച്ചിലുണ്ടായത്. ഇതേ തുടർന്ന് ഈ വഴിയുള്ള ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. മലപ്പുറം ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾ നിലവിൽ കോണോംപാറ വഴി തിരിച്ചുവിട്ടിരിക്കുകയാണ്. സ്ട്രെയിറ്റ് പാത്ത് ഇന്റർനാഷണൽ സ്കൂളിന് 150 മീറ്റർ മാത്രം അകലെയാണ് അപകടമുണ്ടായത്. ഇനിയും മണ്ണിടിയുവാൻ സാധ്യതയുള്ളതിനാൽ പ്രദേശം അതീവ അപകട മേഖലയായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. സമാനമായ രീതിയിൽ 2019-ലും ഇവിടെ മണ്ണിടിച്ചിൽ ഉണ്ടായതായി നാട്ടുകാർ ഓർമ്മിക്കുന്നു. സംസ്ഥാന പാതയ്ക്ക് സമീപം വേലി കെട്ടി മറച്ച ശേഷം ഷോപ്പിംഗ് കോംപ്ലക്സിനായി നടത്തിയ അശാസ്ത്രീയവും അനധികൃതവുമായ മണ്ണെടുപ്പാണ് ഇപ്പോഴത്തെ ദുരന്തത്തിന് കാരണമായതെന്ന് പ്രദേശവാസികൾ ആരോപിച്ചു. ഫയർഫോഴ്സും പോലീസും ചേർന്ന് റോഡിലെ മണ്ണും അവശിഷ്ടങ്ങളും നീക്കം ചെയ്യുവാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. നിലമ്പൂരിൽ മഴ ശക്തം. പ്രാണഭീതിയിൽ ഒരു കുടുംബം. ചാലിയാർ പഞ്ചായത്തിലെ വേട്ടേക്കോട് ഓലയ്ക്കൽ തോമസിന്റെ വീടാണ് ഏത് സമയത്തും നിലം പൊത്താനായത്. വീടിനോട് ചേർന്നുള്ള 36 റിംഗുള്ള കിണർ ഇടിഞ്ഞു താഴ്ന്നു. ഞങ്ങളുടെ ജീവൻ രക്ഷിക്കണമെന്ന് തോമസിന്റെ ഭാര്യ റീന പറയുന്നു. അധികൃതർ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നും ഇവർ പറയുന്നു. കിണറുള്ളത് വീടോട് ചേർന്ന് 35 അടി റിങ്ങുണ്ടായിരുന്നു. ഇപ്പം കിണറുപോലെ കാണാനില്ല. ഏത് സമയവും വേറെ വീട്ടിലെയാണ്. ഞങ്ങൾ അധികൃതരോടൊക്കെ അറിയിച്ചിട്ട് ഒരു വീട് വീടായിട്ട് വന്നിട്ടില്ല. എന്തെങ്കിലും പെട്ടെന്ന് ഒരു മാർഗം ഞങ്ങൾക്ക് കാണിച്ചു. 40 വർഷത്തോളം പഴക്കമുള്ള വീടാണ്. അധികൃതർ അടിയന്തരമായി ഇടപെട്ട് ഈ കുടുംബത്തെ സുരക്ഷിത ഇടത്തേക്ക് മാറ്റണമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവായ VC ജോർജ് ആവശ്യപ്പെട്ടു. സ്ഥലത്താണ് ഈ വീടുള്ളത്. 3 മക്കളും ഭാര്യയും ഭർത്താവും താമസിക്കുന്ന ഈ വീടാണ്. പഴയ കാലത്ത് വീടുമാണ്. തേക്കിൻ്റെ കല കൊണ്ട് പണ്ട് ഓടി മേഞ്ഞ ഒരു വീടാണ്. ആ വീടിനോട് ചേർന്നാണ് ഈ കിണറിരിക്കുന്നത്. 36 റിങ്ങുള്ള കിണർ സൈഡിടിഞ്ഞ് കിണർ താഴോട്ട് പോയി ആ റിങ്ങൊന്നും കാണാൻ പോലുമില്ല. മാത്രമല്ല എത്രയും വേഗം ഇവരെ മാറ്റി താമസിപ്പിച്ചില്ലെങ്കിൽ ആ വീട് ഏത് സമയവും ഇടിഞ്ഞു വീഴുന്ന ഒരു സ്ഥിതിയിലാണ് ഇരിക്കുന്നത്. കിണറിനോട് ചേർന്നുള്ള വീടായതുകൊണ്ട് അധികൃതർ എത്രയും വേഗം ഇതിൽ ഇടപെട്ട് ഈ പാവപ്പെട്ട കുടുംബത്തെ രക്ഷിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കണം. അല്ലെങ്കിൽ വലിയ അപകടം ഉണ്ടാകും. അതിന് വേണ്ട ശക്തമായ നടപടി പഞ്ചായത്ത് ഉൾപ്പെടെ എടുക്കാൻ മുന്നോട്ട് വരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അകമ്പാടം വില്ലേജ് ഓഫീസർ സ്ഥലം സന്ദർശിച്ച് കുടുംബത്തെ അടിയന്തരമായി മാറ്റിപ്പാർപ്പിക്കണമെന്ന് പഞ്ചായത്ത് അധികൃതർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാട്ടാനയുടെ മുന്നിൽപ്പെട്ട ജവാൻ ഓടി രക്ഷപ്പെട്ടു. ചാലിയാർ പഞ്ചായത്തിലെ മയിലാടി പൊട്ടി സ്വദേശി ആനപ്പാൻ ശരത് എന്ന പട്ടാളക്കാരനാണ് ഇന്നലെ വീടിന് സമീപം കാട്ടാനയുടെ മുന്നിൽപ്പെട്ടത്. നിലമ്പൂരിൽ നിന്നും വീട്ടിലേക്ക് ബൈക്കിൽ വരുമ്പോൾ കാട്ടാനയുടെ മുൻപിൽ പെടുകയായിരുന്നു. തൊട്ടു മുൻപിൽ കാട്ടാനയെ കണ്ടതോടെ ബൈക്ക് ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഭാഗ്യം കൊണ്ട് മാത്രമാണ് ശരത്ത് രക്ഷപ്പെട്ടത്. വനം RRT സ്ഥലത്തെത്തി പടക്കം പൊട്ടിച്ചും കൂക്കി വിളിച്ചുമാണ് ആനയെ കാട് കയറ്റിയത്. മയിലാടിപ്പൊട്ടി ഭാഗത്ത് കഴിഞ്ഞ ദിവസം പുലിയെയും കണ്ടിരുന്നു. യൂത്ത് കോൺഗ്രസ് നിവേദനം നൽകി. നിലമ്പൂർ ജില്ലാ ഹോസ്പിറ്റലിൽ എത്തുന്ന അതിസാധാരണക്കാരായ രോഗികൾ OP ടിക്കറ്റ് എടുത്ത ഡോക്ടറെ കണ്ട്
ഡോക്ടർ റഫർ ചെയ്ത സ്പെഷ്യലിസ്റ്റ് ഡോക്ടറെ കാണാൻ വീണ്ടും OP ടിക്കറ്റ് എടുക്കണമെന്ന് RMO ഇറക്കിയ പുതിയ സർക്കുലറിനെതിരെയാണ് യൂത്ത് കോൺഗ്രസ് നിവേദനം നൽകിയത്. നിലവിൽ HMC തീരുമാനം ഇല്ലാതെയാണ് RMO ഈ സർക്കുലർ ഇറക്കിയത്. സാധാരണക്കാരായ രോഗികൾക്ക് ഡോക്ടറെ കാണുവാൻ കൂടുതൽ സൗകര്യം ഒരുക്കണമെന്നും നീണ്ട ക്യൂവിൽ നിന്നും 2 തവണ OP ടിക്കറ്റ് എടുക്കുന്നത് രോഗികളെ ഏറെ പ്രയാസത്തിലാക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് സർക്കുലർ ഉടൻ പിൻവലിക്കണമെന്നും യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. സർക്കുലർ പിൻവലിക്കാത്ത പക്ഷം യൂത്ത് കോൺഗ്രസ് സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ജില്ലാ ഹോസ്പിറ്റലിൽ അതിസാധാരണക്കാരായ ആളുകൾ വരുന്ന ഈ ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണാൻ OP ടിക്കറ്റ് എടുത്ത് ഡോക്ടറെ കണ്ട് സ്പെഷ്യലൈറ്റ് ചെയ്ത ഡോക്ടറെ റെഫർ ചെയ്യുമ്പോൾ വീണ്ടും OP ടിക്കറ്റ് എടുക്കുന്ന ഒരു സർക്കുലർ RMO പുറപ്പെടുവിച്ചു. അതുമായി ബന്ധപ്പെട്ട് ഇവിടെ വരുന്ന അതിസാധാരണക്കാരായുള്ള ആളുകൾ, രോഗികൾ 2 തവണ OP ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ക്യൂ നിന്ന് ബുദ്ധിമുട്ടുന്ന സാഹചര്യം യൂത്ത് കോൺഗ്രസിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് യൂത്ത് കോൺഗ്രസ് ഇന്ന് ഹോസ്പിറ്റൽ അധികൃതരുമായി സംസാരിച്ച് യൂത്ത് കോൺഗ്രസ് ഒരു നിവേദനം അടിയന്തരമായി ആ സർക്കുലർ പിൻവലിക്കണമെന്നുള്ള നിവേദനം യൂത്ത് കോൺഗ്രസ് കൊടുക്കുന്നുണ്ട്. അവരത് പഠിച്ച് വേണ്ട രീതിയിൽ ഉചിതമായ ഒരു തീരുമാനം എടുക്കാം എന്ന് ഞങ്ങളോട് അറിയിച്ചിട്ടുണ്ട്. അതല്ലാത്ത പക്ഷം ഈ OP ടിക്കറ്റ് ഒരു രോഗി തന്നെ ഒരു ഡോക്ടറെ കണ്ട് വീണ്ടും സ്പെഷ്യലൈസ് ചെയ്തുള്ള ഡോക്ടറെ കാണാൻ വീണ്ടും OP ടിക്കറ്റ് എടുക്കുന്ന ഒരു സാഹചര്യം ഇവിടെ നിലനിന്ന് കഴിഞ്ഞാൽ അത് യൂത്ത് കോൺഗ്രസ് സമരപരിപാടികളുമായിക്കൊണ്ട് മുന്നോട്ട് പോകുമെന്നുള്ള കാര്യം ഇവിടെ അധികൃതരെ ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ് നിലമ്പൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് അമീർ പൊറ്റമ്മൽ, ജില്ലാ ജനറൽ സെക്രട്ടറി ആഷിഫ് TMS, പർവീസ് ചന്തക്കുന്ന്, റിഷാദ് പോത്തുകല്ല്, ഷാലു മൂത്തേടം, ഫർഹാൻ VP, മൻസൂർ പാടിക്കുന്ന് എന്നിവർ നേതൃത്വം നൽകി. വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച കൈവശം വെച്ച് കടത്തുകയായിരുന്ന 10 കുപ്പി ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവുമായി പയ്യനാട് സ്വദേശി മഞ്ചേരി എക്സൈസിന്റെ പിടിയിൽ. താമരശ്ശേരി ഗ്ലിയൻതൊടി വീട്ടിൽ അപ്പുക്കുട്ടനെയാണ് എക്സൈസ് ഇൻസ്പെക്ടർ ഹരീഷ് P അറസ്റ്റ് ചെയ്തത്. ഓപ്പറേഷൻ തണ്ടർ ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി മഞ്ചേരി എക്സൈസ് റേഞ്ച് സംഘം നടത്തിയ പ്രത്യേക പരിശോധനയിലാണ് പ്രതി പിടിയിലായത്. മദ്യം വിൽപ്പന നടത്തിയതിന് ലഭിച്ച 1000 രൂപയും പിടിച്ചെടുത്തു. മുൻപും പലതവണ അബ്കാരി കേസിൽ ഉൾപ്പെട്ടയാളാണ് അപ്പുക്കുട്ടൻ. മഞ്ചേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. മഞ്ചേരി എക്സൈസ് ഇൻസ്പെക്ടർ P ഹരീഷ്, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ MN രഞ്ജിത്ത്, പ്രിവന്റീവ് ഓഫീസർമാരായ അച്യുതൻ KC, സഫീർ അലി P, രജനി P, സിവിൽ എക്സൈസ് ഓഫീസർ രാഹുൽ രാജ്, സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവർ അബ്ദുറഹ്മാൻ KC എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായി മദ്യം മയക്കുമരുന്ന് മാഫിയക്കെതിരെ ശക്തമായ നടപടികൾ ഉണ്ടാകുമെന്ന് മഞ്ചേരി എക്സൈസ് ഇൻസ്പെക്ടർ ഹരീഷ് P അറിയിച്ചു. വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ CITU മലപ്പുറം ജില്ലാ സമ്മേളനം CPIM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ചേർന്നു. CITU ജില്ലാ ജനറൽ സെക്രട്ടറി VP സ്കറിയ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് PV ഇസ്മായിൽ അധ്യക്ഷത വഹിച്ചു. M ബാപ്പുട്ടി റിപ്പോർട്ട് അവതരിപ്പിച്ചു. VK കുമാരൻ രക്തസാക്ഷി പ്രമേയം അവതരിപ്പിച്ചു. P അലവി അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി RV ഇഖ്ബാൽ സമ്മേളനത്തെ അഭിവാദ്യം ചെയ്തു. SSLC +2 പൊതുപരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികളെ MSF കരുളായി പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച വിജയമുദ്ര 2026 പരിപാടിയിൽ അനുമോദിച്ചു. പ്രസ്തുത പരിപാടിയിൽ നീറ്റ് UG പരീക്ഷയിൽ റാങ്ക് നേടിയ ഷഹീൻ CAയും CA പരീക്ഷ പാസായ മുഷറഫ് മച്ചിങ്ങലിനെയും ആദരിച്ചു. MSF കരുളായി പഞ്ചായത്ത് സെക്രട്ടറി അമാൻ റാഫിദ് സ്വാഗതം പറഞ്ഞു. MSF പഞ്ചായത്ത് പ്രസിഡന്റ് നിഹാദ് വാഫി അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് ജില്ലാ ഓർഗനൈസിംഗ് സെക്രട്ടറി ഇസ്മായിൽ മൂത്തേടം ഉദ്ഘാടനം നിർവഹിച്ചു. കോഴിക്കോട് സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം കബീർ മൂത്തുപറമ്പ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ റൈഹാനത്ത് കുറുമാടൻ, പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് അബ്ദുൽ നാസർ കക്കോടൻ, കരുളായി പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ കണ്ടങ്ങാപുരം, സൈദലവി KT, ഇർഷാദ് കക്കോടൻ, ഷഫീഖ് ബാദുഷ, മിഥിലാജ് ചെമ്പൻ, അഫ്ലൽ റഹ്മാൻ, കരീം TP, പഞ്ചായത്ത് മെമ്പർമാരായ സലീം മുണ്ടോടൻ, വിപിൻ കരുവാടൻ, ആയിഷ തലക്കോട്ടുപുറം, ഖദീജ പൂവി, സാജിദ മഴക്കാരത്ത് എന്നിവർ ആശംസകൾ നേർന്നു. MSF പഞ്ചായത്ത് കമ്മിറ്റി ട്രഷറർ അദ്നാൻ നന്ദിയും പറഞ്ഞു. MSF കമ്മിറ്റി അംഗങ്ങളായ ഇർഷാദ്, ഇബ്രാഹിം, നിഹാൽ KC, ഷമാൻ TP, അഫ്നാസ് VV, യാസീൻ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. വീട്ടിക്കുത്ത് സാംസ്കാരിക നിലയത്തിൽ 20 വർഷത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന സുബ്രഹ്മണ്യന് യാത്രയയപ്പ് നൽകി. ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ജയപ്രകാശ് C ഉദ്ഘാടനം ചെയ്തു.
സാംസ്കാരിക നിലയം പ്രസിഡന്റ് വാസുദേവൻ പി അധ്യക്ഷത വഹിച്ചു. ഉപഹാര സമർപ്പണവും അദ്ദേഹം നിർവഹിച്ചു. ട്രഷറർ രാജീവ് ഫണ്ട് കൈമാറ്റവും ഗോവർദ്ധനൻ പൊറ്റക്കാട് ഓണക്കോടി സമർപ്പണവും നടത്തി. സെക്രട്ടറി പ്രദീപ് പി സ്വാഗതവും ഗോപാലകൃഷ്ണൻ, മേനക പി, പ്രസാദ് പൊറ്റക്കാട് എന്നിവർ ആശംസകളും അറിയിച്ചു. സുബ്രഹ്മണ്യൻ മറുപടി പ്രസംഗവും അഡ്വക്കേറ്റ് മോഹൻദാസ് നന്ദിയും പറഞ്ഞു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.